സർക്കാരിന്റെ 1000 ദിനാഘോഷങ്ങൾക്ക് സമാപനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷമുള്ള കലാപരിപാടികൾ കാണാൻ ആളുകൾ കുറവായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കെ സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള വേദി എന്ന നിലയിലാണ് പതിവിന് വിരുദ്ധമായി 1000 ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഒരാഴ്ച നീണ്ട ആഘോഷ പരിപാടിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സമ്മേളനത്തോടെ സമാപനമായി. തൊണ്ടവേദന മൂലം മുഖ്യമന്ത്രി സമ്മേളനത്തിൽ സംസാരിച്ചില്ല. കേന്ദ്രത്തിന്റെ അവഗണനയിലും സ്വന്തം കാലിൽ നിൽക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞെന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്ത് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ജനങ്ങളുടെ ഒരു ഗവൺമെന്റ് ഇവിടെയുണ്ട്. ജനങ്ങളെ പ്രതിബദ്ധതയോടുകൂടി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിന്റെ ജനങ്ങളിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് ആ ഗവൺമെന്റിലുള്ള വിശ്വാസവും ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തെ സംരക്ഷിക്കാനുള്ള സഹായങ്ങളും പിന്തുണയും നൽകി. അങ്ങനെ കേരളം ആ പ്രളയത്തിൽ നിന്ന് കടന്നു കയറി വരികയാണ്. 300ഓളം കലാകാരന്മാർ അണിനിരുന്ന സമഭാവന മെഗാഷോയും അരങ്ങേറി. ഉദ്ഘാടന സമയത്ത് ആളുണ്ടായിരുന്നെങ്കിലും കലാപരിപാടി തുടങ്ങിയത് ഒഴിഞ്ഞ കസേരകൾക്ക് മുന്നിലാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നടത്തിയ 1000 ദിനാഘോഷം സർക്കാരിന്റെ അനാവശ്യ ധൂർത്തെന്ന ആക്ഷേപം പ്രതിപക്ഷം നേരത്തെ ഉയർത്തിയിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.